നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയ്ക്കുള്ള സ്ക്വാഡ് നേരത്തെ പ്രഖ്യാപിച്ചതാണ് ബ്രസീൽ കോച്ച് ഡൊറിവാൾ ജൂനിയർ. പക്ഷേ ഇന്നലെ കോൺമബോൾ തീരുമാനിച്ചു 26 അംഗ സ്ക്വാഡ് വേണമെങ്കിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞാൽ 23 അംഗ സ്ക്വാഡ് ഇപ്പോൾ ഡൊറിവാൾ ജൂനിയർ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. വേണമെങ്കിൽ 3 പേരെ കൂടി സ്ക്വാഡിലേക്ക് എടുക്കാം. വേണമെങ്കിൽ എന്നേ ഉള്ളൂ. അതായത് 23 മുതൽ 26 വരെ, മാക്സിമം 26 താരങ്ങൾ അങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്. അപ്പം അതിൽ ഏത് രൂപത്തിലുള്ള തീരുമാനത്തിലേക്ക് കോച്ച് പോകും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. ഏതായാലും 3 താരങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് ആരൊക്കെയാവും? നെയ്മർ ജൂനിയർ ഉൾപ്പെടുത്തുമോ എന്നൊക്കെ പല സുഹൃത്തുക്കളും പലപ്പോഴായി കമൻ്റ് ഇട്ട് കാണുന്നുണ്ട്. അതിനുള്ള സാധ്യത തീരെയില്ല എന്ന് തന്നെ ഇപ്പോൾ പറയേണ്ടി വരും. കാരണം അദ്ദേഹം പരിക്കിൽ നിന്ന് മുക്തനായി വരുന്നേയുള്ളൂ. പൂർണ്ണമായിട്ടും മുക്തനായിട്ടില്ല എന്ന് മാത്രമല്ല, ഇനിയിപ്പം കുറഞ്ഞ സമയം കൊണ്ട് മാച്ച് ഫിറ്റ്നസ് ഒക്കെ വീണ്ടെടുക്കുക എന്നുള്ളതും സാധ്യമായിട്ടുള്ള കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ തന്നെ വളരെ പെട്ടെന്ന് ഒരു വമ്പൻ ടൂർണമെന്റ് കളിക്കാൻ, ഇത്ര വലിയ ഇഞ്ചുറി കഴിഞ്ഞ് ഒരു താരത്തെ തള്ളിവിട്ട് വീണ്ടും റിസ്ക് എടുക്കാൻ എന്തായാലും അൽ ഹിലാലോ ബ്രസീൽ ടീമോ തയ്യാറാവില്ല. അപ്പോൾ അദ്ദേഹം ഉണ്ടാവില്ല എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് പിന്നെ 3 പേരെ ആരൊക്കെ ഉൾപ്പെടുത്തും എന്നുള്ളതാണ് ചോദ്യം. നിരവധി സൂപ്പർ താരങ്ങൾ ബ്രസീലിയൻ ലീഗിലും മറ്റുമൊക്കെ ആയിട്ട് കളിക്കുന്നുണ്ടല്ലോ. ബ്രമർ തീർച്ചയായിട്ടും ഒരു അവസരം അർഹിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം അത്ര മികച്ച പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കൊണ്ടുപോകുമോ എന്നുള്ളതൊരു ചോദ്യമാണ്. പിന്നെ പെഡ്രോ ആണെങ്കിൽ ബ്രസീലിയൻ ലീഗിൽ ടോപ്പ് സ്കോററായിട്ട് നിൽക്കുകയാണ്. 2024 സീസണിൽ 23 കളികളിൽ നിന്ന് 17 ഗോളുകളും 2 അസിസ്റ്റുമായിട്ട് അദ്ദേഹം നിൽക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടുന്ന സാഹചര്യം ഉണ്ടാകും. ഇങ്ങനെ നോക്കിയ ഒരു പിടി താരങ്ങളുണ്ടെന്നേ. റിച്ചാലിസൺ, പെഡ്രോ, ബ്രമർ, മുറിലോ, സാമുൽ ലീനോ, മാത്യൂസ് കുഞ്ഞ, ജാവോ പെഡ്രോ, വിക്ടർ റോക്ക്, എസ്റ്റവായോ വില്യൻ, എഡേഴ്സൺ, കാസമിറോ, കാർലോസ് അഗസ്റ്റോ, മാത്യൂസ് പെരീര, ഇങ്ങനെ നിരവധി താരങ്ങളുണ്ട്. അപ്പോൾ അതിൽ എഡേഴ്സൺ മോറസല്ല, ഗോൾ കീപ്പറുടെ കാര്യമല്ല എന്നുള്ളത് മനസ്സിലാക്കി. അദ്ദേഹം ഓൾറെഡി ടീമിലുണ്ട്. പക്ഷെ ഇപ്പോൾ പരിക്കിന് ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അദ്ദേഹം അപ്പോഴേക്കും റെഡിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിൽ 3 പേര് ആരൊക്കെ? നിങ്ങളുടെ ഒരു അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബ്രമറും വിക്ടർ റോക്കും എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ബ്രമറുടെ കാര്യത്തിലുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ബ്രമർ എന്തായാലും ഡൊറിവാൾ ജൂനിയർ ഫസ്റ്റ് ചോയ്സ് സെൻറ്റർ ബാക്ക് ആക്കാനുള്ള സാധ്യതയില്ല. അതിനുള്ള ക്വാളിറ്റി അദ്ദേഹം അത് ഡിസേർവ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ പോലും ഡൊറിവാൾ ജൂനിയർ അത്തരം ഒരു തീരുമാനത്തിലേക്ക് പോകാൻ സാധ്യതയില്ല. പിന്നെ CB ആയിട്ട് വെറുതെ ബെഞ്ചിൽ ഇരുത്തുക എന്നുള്ളതിൽ അർത്ഥമില്ല. പ്രത്യേകിച്ച് വമ്പൻ ടൂർണമെൻറ്റുകളിൽ CBമാരെ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. പിന്നെ ആരൊക്കെയാണ്? തീർച്ചയായിട്ടും ലീനോ ഒരു അവസരം ഇവിടെ സ്വാഭാവികമായിട്ടും അർഹിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച രൂപത്തിൽ വേരിയസ് പൊസിഷനിൽ കളിക്കാൻ കേൾപ്പുള്ള വളരെ മൊബൈലായിട്ടുള്ള ഒരു പ്ലെയറാണ്. എഡേഴ്സിൻ്റെ കാര്യത്തിൽ കറൻലി ഇപ്പോൾ നമ്മൾ ഈ ഒരു കോളപ്പ് നോക്കുമ്പം CDM എന്ന രൂപത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന ജാവോ ഗോമസ് മാത്രമാണ്. എഡേഴ്സൺ എന്തായാലും ഈ സീസണിൽ വളരെ ഫാന്റാസ്റ്റിക് ആയിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അദ്ദേഹം ഒരു പക്ഷേ സ്ക്വാഡിലേക്ക് വന്നാൽ അതൊന്നുകൂടി ടീമിനെ ശക്തിപ്പെടുത്തും എന്ന് പറയാവുന്നതാണ്. പിന്നെ എസ്റ്റവായോ വില്യൻ, ഇപ്പോൾ ബ്രസീലിലുള്ള ഏറ്റവും ബെസ്റ്റ് ടാലന്റ് ആരാന്ന് ചോദിച്ചാൽ എസ്റ്റവായോ വില്യൻ എന്ന മെസ്സിഞ്ഞോയാണ്. അദ്ദേഹം പൊളിച്ചെടുക്കുന്ന കാഴ്ച കോപ്പ ലിബർട്ടഡോറസിൽ അടക്കം അദ്ദേഹം നന്നായി കളിക്കുന്നു. പിന്നെ ഈ ചെറിയ പ്രായത്തിൽ അദ്ദേഹത്തെ കൊണ്ടുപോകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ട കാര്യം. കാരണം ഓൾറെഡി എൻട്രിക്ക് സ്ക്വാഡിലുണ്ട്. അപ്പോൾ അത്തരം ഒരു ഘട്ടത്തിൽ എസ്റ്റവായോ വില്യന് വേണ്ടി നീക്കം നടത്തുമോ കോച്ച് എന്നുള്ളതും കണ്ടറിയണം. എന്തായാലും കാത്തിരിക്കാം എന്താണ് ഡൊറിവാൾ ജൂനിയർ എടുക്കുന്ന തീരുമാനം എന്നറിയാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.